ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയായിരിക്കുമല്ലേ? നമുക്കിവിടെ അങ്ങനെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരു സെയിൽ വീഡിയോ ആണ്. കുറേ ദിവസങ്ങളായി നമ്മൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജസ്റ്റ് ഒരു ശമനം വന്നപ്പോൾ നമ്മൾ ട്യൂബറൊക്കെ എടുത്തു. എന്നിട്ട് ട്യൂബർ ഇപ്പോൾ സെയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചെറിയ ടൂറൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി സൂര്യമുഖി. നല്ല ഭംഗിയല്ലേ? സൂര്യമുഖി എന്ന് പേരുള്ളത് വെറുതെ എല്ലാം തോന്നുന്നു, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150, 200. അടുത്തതൊരു ബൗൾ വെറൈറ്റി മൃണാളിനി. ഇതിൻ്റെ ട്യൂബറല്ല കേട്ടോ, നല്ല ഹാർഡ് റണ്ണർ പോലത്തെയാണ്. ഇതിൻ്റെ റേറ്റ് 75, 100. അടുത്ത വെറൈറ്റി ധ്രുവ. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150. പിന്നെ വീണ്ടും ഒരു വെള്ള ബൗൾ വെറൈറ്റി വൈറ്റ് പഫ്. ഇതൊക്കെ നേരത്തെ ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ടോ ഇതിൻ്റെ ഭംഗിയൊക്കെ കാരണം തോന്നുന്നു ഇത് പലർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ പല പുതിയ വെറൈറ്റീസ് വരുന്നുണ്ടെങ്കിലും പഴയ വെറൈറ്റിക്കും നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് പഫ് ഒരു ബൗൾ വെറൈറ്റിയാണ്. നല്ല വെള്ള നിറമാണ്. ഇതിൻ്റെ ട്യൂബറാണ്. ട്യൂബർ റേറ്റ് 150, 200. അടുത്തത് ഒരു ബൗൾ വെറൈറ്റി തന്നെയാണ് ഫോറിനർ. നല്ല തൂവെള്ളയല്ലാത്ത ഒരു ക്രീം കളർ വരുന്ന ഒരു സുന്ദരിയാണ്. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 70, 100. അടുത്ത വെറൈറ്റി തേജസ്വി. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 100, 150, 200. അടുത്തതൊരു കുറച്ച് പുതിയ വെറൈറ്റിയാണ്. പേര് രുതിര. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150, 200, 250. വലിയ ട്യൂബേഴ്സിന് 300 ആണ്. പിന്നെയുള്ളത് കിരണ്യയും ബൗളായിട്ടും നമുക്ക് വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് വലിയ ഫ്ലവർ കിട്ടും കേട്ടോ. പിന്നെ ഇത് താനെ വിരിയുമെങ്കിലും ഈ പിങ്ക് ബൗള്, നമ്മുടെ കിരണ്യ, ഇതൊക്കെ താനെ വിരിയുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും നമ്മളായിട്ട് അതിൻ്റെ ടിപ്പൊന്ന് ഓപ്പൺ ആകുമ്പോഴേക്കും വിരിയിപ്പിച്ച് കൊടുക്കുമ്പം വല്ലാത്തൊരു കളറാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പുതിയൊരു വെറൈറ്റി, അതായത് താനെ വിരിയുന്ന കിരണ്യയും നമ്മളായിട്ട് വിരിയിപ്പിക്കുന്ന കിരണ്യയും രണ്ടും കൂടി ഒത്തു വെച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നല്ല രീതിയിൽ കളർ കിട്ടും കേട്ടോ നമ്മളായിട്ട് വിരിയിപ്പിച്ച് കൊടുക്കുമ്പോൾ. ഞാൻ പണ്ടേ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, എന്താണ്, നമ്മുടെ താനെ വിരിയുന്ന വെറൈറ്റീസ് നമ്മൾ വിരിയിപ്പിച്ച് കൊടുത്താൽ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ശരിയാണ് കേട്ടോ. അകിലൊക്കെ നമ്മൾ വിരിയിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കോലക്കെട്ട പോലെ ആവും. അതായത് അതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടിയൊന്നും കിട്ടൂല. അകില തന്നെ വിരിയണം. എന്നാൽ നമ്മുടെ കിരണ്യൊക്കെ താനെ വിരിയുന്ന വെറൈറ്റി ആണെങ്കിലും അവ താനെ വിരിയുമ്പം വൈറ്റ് കളറാവും വിരിയുക. പക്ഷെ നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുമ്പം നമ്മുടെ പിങ്ക് ക്ലൗഡിൻ്റെ ആ ഡബിൾ കളർ ഉണ്ടല്ലോ, പിങ്കും വൈറ്റും കൂടി ചേർന്ന് കലർന്നൊരു കളറ്, അത് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ചില വെറൈറ്റീസ് അങ്ങനെയാണ്, നമ്മളായിട്ട് വിരിയിപ്പിക്കണം. താനെ വിരിയുന്ന വെറൈറ്റി ആണെങ്കിൽ നമ്മളായിട്ട് വിരിയിപ്പിക്കുക. ചില വെറൈറ്റീസ് താനെ വിരിയുന്ന വെറൈറ്റി അവർ തന്നെ വിരിഞ്ഞോട്ടെ, എന്നാലാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഇത് പലർക്കും പല കാര്യവും സംശയമുള്ളതുകൊണ്ട് ഞാൻ പലരും ഇങ്ങനെ ഫോട്ടോസ് ഇടുന്ന കണ്ടിട്ടുണ്ട്. എന്താണ്, താനെ വിരിയുന്ന വെറൈറ്റീസൊക്കെ അവരായിട്ട് വിരിയിപ്പിച്ചിട്ട്, അത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അഖിലയാണ് കേട്ടോ. അതൊക്കെ അവരായിട്ട് വിരിയിപ്പിച്ചിട്ട് എന്താണ്, നമുക്ക് അത് കാണുമ്പോൾ അത് അഖിലയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ തെറ്റാണെന്ന് അങ്ങനെയല്ല, ചിലപ്പോൾ ആഗ്രഹം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിരിയിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. വിരിഞ്ഞ് കാണാൻ നമുക്ക് എന്താ പറയുക, വേവോളം നമ്മൾ ക്ഷമിച്ച് ഇരുന്നാലും നമുക്കത് ആറോളം നമുക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല. അതായത് ആദ്യമായിട്ടൊക്കെ താമര ചെയ്യുകയാണെങ്കിൽ അങ്ങനൊരു എന്താ പറയുക, ആഗ്രഹമല്ല അത്യാഗ്രഹമായിരിക്കും നമുക്കതൊന്ന് വിരിഞ്ഞ് കാണാൻ. അപ്പോൾ അത് പിന്നെ ലേറ്റാക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ വിരിയിപ്പിക്കും. അത് എന്താ, മനുഷ്യൻ്റെ മനസ്സല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു എന്തോ എനിക്കങ്ങനെ ഒരു കുത്തി വിരിയിപ്പിച്ച പലതും ഒരു ഷേപ്പ്ലെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അത് കുറ്റമായിട്ട് പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ചില വെറൈറ്റീസ് തന്നെ വിരിഞ്ഞോട്ടെ, അവരങ്ങനെ തന്നെ വിരിയാൻ വിടാം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി ജൂലിയറ്റിൻ്റെ ട്യൂബർ റേറ്റ് 100, പിന്നെ 250 ആണ് കേട്ടോ.
ഈ ഒരുപാട് റേറ്റ് ഞാൻ പറയുന്നതുകൊണ്ട് പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ചെറിയ ട്യൂബറാകുമ്പോൾ ചെറിയ റേറ്റാണ്. അതിൻ്റെ അർത്ഥം ഒരു ഗ്രോ ടിപ്പ് എന്നല്ല. അതുകൊണ്ടാണ് വേറെ നമുക്കൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ രാത്രി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ നമ്മുടെ ട്യൂബർ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ട്യൂബർ കാണിക്കാതെ വീഡിയോ ഇടുന്നു എന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ എപ്പോൾ ഏത് വെറൈറ്റി നിങ്ങൾ നമ്മളോട് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ട്യൂബർ നിങ്ങൾക്ക് കാണിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരൂല. പിന്നെ അത്രയും വിശ്വാസമുള്ള ആൾക്കാർ, അതായത് ഒരുപാട് തവണ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കാണെങ്കിൽ പോലും എനിക്ക് തിരക്കാവുമ്പോൾ മാത്രം, അതായത് ജോലിക്ക് പോകുന്ന ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പാക്കിങ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഇട്ട് കൊടുക്കാൻ പറ്റാതെ വരുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ മാത്രം. അത് വാങ്ങിക്കുന്നവർക്കറിയാം. ഞാൻ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ, അധികവും ഞാൻ വീഡിയോ ആയിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഗ്രോ ടിപ്പൊക്കെ കാണിച്ച് വീഡിയോ ആക്കി തന്നെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഫോട്ടോയോ വീഡിയോയോ ഇട്ട് കൊടുക്കാൻ മറന്നു പോകാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷമിക്കുക കേട്ടോ. കാര്യം നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കാണിക്കാതെ അങ്ങനെ ഒരു പാക്കിങ്ങും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി ഡ്രിപ്പിംഗ് ഡ്യൂ. ഇതും പഴയ വെറൈറ്റി തന്നെയാണ്. ഇത് ഞാൻ ചില സമയമൊക്കെ ഞാൻ വിരിയിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ വിരിയിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ റേറ്റ് 70, 100, 120. അടുത്തത് പ്രിൻസസ് പിയോണി. നല്ല പിങ്ക് കളറിൽ വിരിയുന്ന സുന്ദരിയാണ്. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150, 200. അടുത്തത് അയൺ ഗേൾ. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാം തോന്നൂലേ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ റേറ്റ് 100, 150. അടുത്ത സുന്ദരി വൈഡൂരി എല്ലാവർക്കും അറിയാം. അതിൻ്റെ ട്യൂബർ റേറ്റ് 150 ആണ്. അടുത്ത വെറൈറ്റി മോർണിംഗ് സ്റ്റാർ. ഇതൊക്കെ ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ട് പേര് കേൾക്കുന്ന വെറൈറ്റീസാണ്. അപ്പോൾ മോർണിംഗ് സ്റ്റാറിൻ്റെ ട്യൂബർ റേറ്റ് 100, 150, 200. ഇന്നത്തെ നമ്മുടെ കളക്ഷനിൽ ഇത്രയും 14 ഐറ്റംസാണ് ഉള്ളത് കേട്ടോ. പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ആമ്പലുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേരും ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. ട്യൂബർ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലില്ലാത്ത വെറൈറ്റി നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഓഫറും കൂടിയുണ്ട്. 2 അതിൽ കൂടുതലോ ട്യൂബർ വാങ്ങിക്കുമ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഐഡിയ അറിയാതെയും അല്ലാതെ ഐഡിയ അറിയുന്നത് ഏകദേശം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ട്യൂബർ തന്നെ ആയിരിക്കും ഉള്ളത്. അത് ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. 1 വാങ്ങിക്കുമ്പോഴല്ല, 2 അതിൽ കൂടുതലോ വാങ്ങിക്കുമ്പോൾ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.